അനധികൃതമായി സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച മുസ്ലിം പള്ളിക്ക് നേരെ ബുൾഡോസർ നടപടി സ്വീകരിച്ച യോഗി സർക്കാർ. ഒറ്റ രാത്രി കൊണ്ട് പള്ളി നിന്നിടം തരിശു ഭൂമിയായി. JCB ഉപയോഗിച്ചുകൊണ്ട് പള്ളി ഭാരവാഹികളും അതുപോലെ തന്നെ ഗ്രാമവാസികളും ചേർന്നുകൊണ്ട് ഒരു രാത്രി കൊണ്ടാണ് മദീന പള്ളി പൊളിച്ചു മാറ്റി അവിടുത്തെ അവശിഷ്ടങ്ങൾ അടക്കം നീക്കം ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഉത്തർപ്രദേശിലെ സംഫാലിൽ നിന്നും ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപേ തന്നെ അവർ ഈ ജോലി പൂർത്തിയാക്കി എന്നതാണ് വാസ്തവം. സർക്കാർ ഭൂമിയിലാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. സംഫാലിലെ ഹാജിപൂർ ഗ്രാമം എന്നറിയപ്പെടുന്ന സലേംപൂർ സാലർ ഏകദേശം 439 ചതുരശ്ര മീറ്റർ ഭൂമിയുണ്ട്. ഗ്രാമത്തിലെ ദരിദ്ര കുടുംബങ്ങൾക്ക് വീട് അനുവദിക്കുന്നതിനായി തന്നെ ഭൂമി ഏകീകരണ പ്രക്രിയയിലൂടെ തന്നെ അതിന്റെ ഭാഗമായി 2000-ലധികം ഭൂമി അത് നീക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്നിരുന്നാൽ പോലും 2005 തന്നെ ഈ ഭൂമി കയ്യേറിക്കൊണ്ട് അനധികൃതമായി അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു. തുടർന്ന് 2025 ജൂൺ 14 അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇമാം ഹാജി ഷമീമിനെ അത് വിസ്തരിച്ചതിന് ശേഷം റവന്യൂ കോഡിലെ സെക്ഷൻ 67 പ്രകാരമുള്ള നടപടികൾ ആരംഭിച്ചത്. 2025 സെപ്റ്റംബർ 2 കുടിയൊഴിപ്പിക്കൽ ഉത്തരവും 8,78,000 പിഴയും വിധിച്ചിരുന്നു. തുടർന്ന് തന്നെ 2026 ജനുവരി 3 ശനിയാഴ്ച രാത്രി പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഒറ്റ രാത്രി കൊണ്ട് ബുൾഡോസർ ഉപയോഗിച്ച് 2 നിലകളുള്ള പള്ളി പൊളിച്ചു മാറ്റുകയാണ് ഉണ്ടായത്. അതേപോലെ കഴിഞ്ഞ ദിവസം വരെ അവിടെ നിലനിന്നിരുന്ന മദീന പള്ളി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം ഇപ്പോൾ വെറും ഒഴിഞ്ഞ സ്ഥലമായി, അതായത് തരിശുഭൂമിയായി മാറിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയേണ്ടത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി തന്നെ ബുൾഡോസർ നടപടി സ്വീകരിക്കുന്നുണ്ട്. രാജസ്ഥാനിലെ ജയ്പൂരിൽ ബുൾഡോസർ നടപടി സ്വീകരിച്ച വാർത്തകൾ പുറത്തു വന്നു. കേസിലെ പ്രതികളുടെ അടക്കം തന്നെ 20ഓളം കെട്ടിടങ്ങൾ പൊളിച്ച് നീക്കം ചെയ്തിരുന്നു. സെപ്റ്റംബർ 25 സംഘർഷമുണ്ടായ ചൗമേലിലാണ് ഈ ഒരു കുടിയൊഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സംഘർഷത്തിൽ 19 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചൗമുവിലെ ഇമാം മസ്ജിദ് പരിസരത്താണ് ബുൾഡോസർ നടപടി സ്വീകരിച്ചതും. അനധികൃത കയ്യേറ്റം ആരോപിച്ചുകൊണ്ട് പ്രദേശത്തെ 25ഓളം കെട്ടിടങ്ങൾക്ക് പ്രാദേശിക ഭരണകൂടം ഒഴിപ്പിക്കൽ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. ഡിസംബർ 25 പൊളിച്ചു നീക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയത് വൻ സംഘർഷത്തിന് വഴിവെക്കുകയും ചെയ്തു. പോലീസിനും ഉദ്യോഗസ്ഥർക്കും വരെ വ്യാപകമായി തന്നെ കല്ലേറുണ്ടായി. കല്ലേറിൽ 6 പോലീസുകാർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ 19 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും 110 പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഒളിവിൽ പോയ 19 പേർക്കായി തന്നെ ഇപ്പോൾ തിരച്ചിൽ നടത്തി വരികയാണ്. അതേപോലെ തന്നെ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ കനത്ത പോലീസ് സുരക്ഷയിലാണ് അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ യലങ്ക ഗോഹിയാവിലെ ബുൾഡോസർ നടപടിയിൽ വീടുകൾ നഷ്ടമായവരെ ഫ്ളാറ്റുകളിലേക്ക് പുനരധിവസിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചതായും വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹൗസിംഗ് പ്രൊജക്ട് നിർമ്മിച്ചുകൊണ്ട് ഫ്ളാറ്റുകളാണ് ഇപ്പോൾ അനുവദിക്കുന്നത്. വീട് ലഭിക്കാൻ അർഹരായവരെ തന്നെ രേഖകൾ പരിശോധിച്ച് കണ്ടെത്തി അവിടെ പുനരധിവസിപ്പിക്കുകയും ചെയ്യും. ജനുവരി 1 പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി തന്നെ ഇത് നടപ്പാക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കിയത്. അതേപോലെ തന്നെ 1187 ഫ്ളാറ്റുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ 11.20 ലക്ഷം രൂപ അത് ആ ഒരു വിലയാണുള്ളത് എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഇതിന് 5 ലക്ഷം രൂപ കോർപ്പറേഷൻ നൽകുമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നായി തന്നെ SC/ST വിഭാഗക്കാർക്ക് 4.5 ലക്ഷം രൂപയും ജനറൽ വിഭാഗത്തിന് 2.7 ലക്ഷം രൂപയും സബ്സിഡിയും ലഭിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.